ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഇന്ത്യയിലുള്ളവർക്ക് ഗുഡ് മോർണിംഗ്. പറയുന്നതൊക്കെ കേൾക്കാമല്ലോ? ശരിക്കും ശബ്ദമൊക്കെ കേൾക്കാമല്ലോ അല്ലേ? എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അറിയിക്കണം. തടസ്സം വരുമ്പോൾ ഒരു പ്രാവശ്യം കൂടെ നമുക്കിങ്ങനെ കൂടുതലിനെ ദൈവം ഒരു അവസരം തന്നതിനായിട്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. നേരത്തെ ഞാൻ നിങ്ങളെ അറിയിച്ചതുപോലെ വരുന്ന ആഴ്ച ഈ സമയത്ത് ദൈവം അനുവദിച്ചാൽ ഞാൻ ഫ്ലൈറ്റിലായിരിക്കും ഇന്ത്യയിലേക്ക് പോകുന്ന 2 ആഴ്ചത്തേക്ക്. നിങ്ങളുടെ പ്രാർത്ഥന അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. നമ്മൾ ഈ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാകേണ്ട, മനുഷ്യന് ഇന്ന് ദൈവത്തെ ആരോഗ്യവും സമ്പത്തും കൊണ്ട് ദൈവം വേണ്ട എന്നുള്ള നിലയിൽ വിശ്വാസരുടെ പോലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. എന്നാൽ ഇപ്പോഴത്തെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് മൂലം ദൈവത്തെ ഒരാവശ്യവുമില്ല, ദൈവത്തെ പോലെ നമുക്കും ആകാമെന്നുള്ള നിലയിലേക്ക് ആൾക്കാരുടെ പലരുടെയും ചിന്താഗതികൾ വന്നിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതവും ഈ ലോകത്തിന്റെ നിലനിൽപ്പും നശ്വരമാണ്, യാതൊരു സംശയവുമില്ല, എത്ര കണ്ടുപിടുത്തങ്ങൾ വന്നാലും. അതുകൊണ്ട് ഇന്ന് ഞാൻ സംസാരിക്കേണ്ട ആമുഖമായിട്ട് കഴിഞ്ഞ ആഴ്ച പഠിച്ചതിന്റെ വെളിപാട് പുസ്തകം 13 മുതൽ 18 വരെ വായിച്ചിട്ട് ഇന്നത്തെ വിഷയത്തിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നു. ആരെങ്കിലും നിങ്ങൾ റെവലേഷൻ 13 to 18. അത് മനുഷ്യർ കാണുക ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിന്റെ മുൻപിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമയുണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറും മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആക്കുന്നു. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. അതൊരു മനുഷ്യന്റെ സംഖ്യ എത്രേ? അതിന്റെ സംഖ്യ 666. താങ്ക് യു വെരി മച്ച്. ഇത് ദൈവം ഈ വചനത്തെ പരിശുദ്ധാത്മാവ് നമ്മൾ ഇത് മനസ്സിലാക്കുവാൻ സഹായിക്കട്ടെ. ഇവിടെ അത് വായിച്ചപ്പോൾ എനിക്കൊരു അത്ഭുതം പെട്ടെന്ന് ഞാൻ നോട്ട് ചെയ്ത്, ഈ അന്തിക്രിസ്തുവിന്റെ പ്രതിമ കള്ളപ്രവാചകൻ ഉണ്ടാക്കി അതിന് ആത്മാവിനെയും കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊരു അത്ഭുതമാണ് നടക്കുന്നത് അവിടെ. അതിലെ ബുദ്ധിയുള്ളവൻ ഗ്രഹിക്കട്ടെ, മൃഗത്തിന്റെ സംഖ്യ 666. അതിനെ ഞാൻ ധരിച്ചിരിക്കുന്ന ഇപ്പൊ 66 ഈക്വലന്റ് ആയിട്ട് ഞാനിപ്പോൾ എന്റെ വ്യക്തിപരമായിട്ടുള്ള ധാരണ www ആയിരിക്കുക എന്നുള്ളതാണ് എന്റെ അനുമാനം. ഇതൊന്നും അനുമാനങ്ങളാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ട്രാൻസ് ഹ്യൂമനിസം. എന്തുവാണ് ട്രാൻസ് ഹ്യൂമനിസം എന്നുള്ളതാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ട്രാൻസ് എന്നുള്ളതിന്റെ അർത്ഥം ഡിക്ഷണറി നോക്കാതെ ആർക്കെങ്കിലും പെട്ടെന്ന് പറയാൻ പറ്റുമോ? അത് ഗൂഗിളെ നോക്കാതെ. ട്രാൻസ്, TRANS. ട്രാൻസിന്റെ ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പം ട്രാൻസ് എന്ന് പറയുമ്പം ഓൺ ടു ദി അതർ സൈഡ് ഓഫ്, പിന്നെ എക്രോസ്, ബിയോണ്ട്, കുറുക്കെ കുറുകെ പോവുക എന്നുള്ളത്. ഈ ട്രാൻസ് അറ്റ്ലാന്റിക് എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ട്രാൻസ് വേൾഡ് എയർലൈൻസ്. അപ്പുറം ട്രാൻസ് അറ്റ്ലാന്റിക്. അപ്പം മോഡേൺ ടെക്നോളജി നമുക്ക് ഊഹിക്കാൻ വയ്യാത്ത വിധം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും ഞെട്ടൽ ഉളവാക്കുന്ന കണ്ടുപിടുത്തങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ട്രാൻസ് ഹ്യൂമനിസം മനുഷ്യ ജീവിതത്തെ ആകമാനം വ്യത്യാസപ്പെടുത്താനുള്ള റിസർച്ച് ചെയ്യുന്ന ലക്ഷ്യമാണ്. നമ്മൾ കംപ്ലീറ്റ് മനുഷ്യ ജീവിതത്തെ വ്യത്യാസപ്പെടുത്താനാണ് റിസർച്ച് ചെയ്യുന്നവർ ശ്രദ്ധിക്കുന്നത്. മനുഷ്യനും യന്ത്രവും സംയോജിപ്പിച്ച് ഒരു സൂപ്പർമാനെ സൃഷ്ടിക്കുക, അല്ലെങ്കിൽ സൂപ്പർ വുമനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. മനുഷ്യനെ എപ്പോഴും യന്ത്രവുമായിട്ട് യോജിച്ചിട്ടില്ല, സെപ്പറേറ്റ് നിൽക്കുകയാണ്. അതിനെ യോജിച്ച് ഒരുമിച്ചാക്കാൻ ആണ് ശ്രമിക്കുന്നത്. മനുഷ്യന് ഭാവന പണ്ട് ജനിച്ചപ്പോൾ മുതലേ ആദാം മുതലില്ലാതെ നമുക്കെല്ലാം ഉണ്ട്. ചെറുപ്പത്തില് നമ്മളൊക്കെ പലത് സങ്കല്പിച്ചിട്ടുണ്ടല്ലോ, പറക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ മനുഷ്യൻ അതുപോലെയാണ്. പിന്നെ ഇവിടെ അമേരിക്കയിലെ ഈ മൂവി നോക്കിയാൽ 70കളില്
TV സീരീസ് ഉണ്ടായിരുന്നു, 60കളിലും ഉണ്ടായിരുന്നു. 60കളിലുള്ളത് അൾട്രാമാൻ എന്നും പറഞ്ഞൊരു പരിപാടിയായിരുന്നു. പിന്നെ 70കളുണ്ട് $6 million മാന്, ബയോണിക് വുമണ്, സ്റ്റാർ ട്രെക്ക് സീരീസ്. ഇതിലെ അറ്റൻഡ് ചെയ്യുന്ന ആരെങ്കിലും ഇത് ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ ഷോസ് ബയോണിക് വുമൺ കുറച്ച് വർഷങ്ങൾ മുമ്പ് കുറച്ച് കണ്ടായിരുന്നു. കണ്ടിട്ടുണ്ട്, സ്റ്റാർ ട്രെക്ക് ഒക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? $6 million മാൻ ഉണ്ട്. അതുപോലെ വണ്ടർ വുമൺ എന്നും പറഞ്ഞ ഒരെണ്ണം, അത് അതിന്റെ ഈക്വൽ. വണ്ടർ വുമൺ, അത് ഞാൻ മറന്നു. വണ്ടർ വുമണ്, പിന്നെ ബക്രോജേഴ്സ് ഇൻ 25th century അതുണ്ടായിരുന്നു. ഇതെല്ലാം മനുഷ്യന്റെ ഭാവനയിലുള്ളത്, ഭാവനയിൽ മുറി നിർമ്മിച്ചാണ്. പക്ഷെ അത്ഭുതം എന്ന് പറഞ്ഞാൽ ആ ഭാവനയെല്ലാം യഥാർത്ഥമായി തീർന്നുള്ളതാണ് അത്ഭുതം. അതിലെ കാര്യങ്ങൾ ഇപ്പോൾ നടപ്പിലായി. ഉദാഹരണം പറയാം, സ്റ്റാർ ട്രെക്കില് നിങ്ങൾ ഓർക്കുന്നത് ക്യാപ്റ്റൻ കർക്ക് ഉണ്ടല്ലോ, അവിടെ ഒരു ചെറിയൊരു ടെലിഫോൺ, മടക്കുന്ന സെൽഫോൺ വെച്ചിട്ട് സ്കാട്ടി ബീപ് മീ അപ്പ്, പിന്നെ റോക്കറ്റിൽ അവർ ഭൂമി ഇരുന്ന് അത് സംസാരിക്കുകയാണ്, ബീപ്പ് റോക്കറ്റിലോട്ട് ചെയ്യാന്. അപ്പം ആ മടക്കുന്ന സെൽഫോൺ ഇപ്പം നമ്മുടെ ഇടയിൽ ആയിക്കഴിഞ്ഞു. അന്ന് ആ സെൽഫോണിന്റെ ടെക്നോളജി ഇല്ല, അങ്ങനെയുള്ള യാതൊരു കാര്യവുമില്ല. ഇപ്പൊ ഇത് സർവ്വസാധാരണമായി കഴിഞ്ഞു. പിന്നെ ഒരു ഇൻക്രെഡിബിൾ ഹൾക്ക് എന്നും പറഞ്ഞൊരു അതുകൊണ്ട് അത് ശരിയാ. അതുകൊണ്ട് അതിന്റെ അർത്ഥം ഒരു മരുന്ന് എടുക്കുന്നതിന്റെ അത് ഇൻക്രെഡിബിൾ ഹൾക്ക് ഓർപ്പിച്ച് അതാരാ പറഞ്ഞേ? ബേബി. താങ്ക് യു. അത് പറഞ്ഞപ്പോഴാണ് ഇത് അവസാനം ഈ അവസാനം ഈ സോഴ്സറി, ഫാർമക്കിയ എന്ന് പറയുന്നത് ഗ്രീക്ക് വേർഡ്, സാത്താന്റെ ഈ ശുദ്രപ്രയോഗം വരുന്ന അത് ഫാർമസി ഒരു മരുന്ന് ഏതാണ്ട് കഴിക്കുമ്പോഴാണ് കെമിക്കൽ ഇൻക്രെഡിബിൾ ഹക്ക് വരുന്നത്. അപ്പൊ ഇതെല്ലാം ഇതുമായിട്ട് ഇപ്പൊ ഈ കഴിഞ്ഞ മാസം ഒരു ന്യൂസ് വന്നത്, പിന്നെ അവര് ഡയർ വൂൾഫ് എന്ന് പറയുന്ന ഒരു വൂൾഫ് അത് എക്സ്റ്റിങ്ക്റ്റ് ആയിരുന്നു അനവധി വർഷങ്ങൾക്ക് മുമ്പ്. അവർ വീണ്ടും അത് നിർമ്മിച്ചു. അത് 3 പപ്പീസിനെ കൊളോസൽ ബയോസയൻസ്, ഡാളസിലുള്ള ഒരു കമ്പനിയാണ്, അതിന്റെ പേര് കൊളോസൽ ബയോസയൻസ്, ഒരു ബയോടെക് കമ്പനി. അത് 3 ചെന്നായ് കുഞ്ഞുങ്ങളെ അവര് സൃഷ്ടിച്ച് അവരെങ്ങനെ നശിച്ച ചെന്നായുടെ പല്ലിൽ നിന്നുള്ള DNA-യും അനവധി വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു തലയോട്ടിയുടെ DNA-യും എടുത്തിട്ട് ഇത് ഉണ്ടാക്കിയതാണ്. ഡയർ വൂൾഫ്, 3 ഡയർ വൂൾഫ് പപ്പീസ്. അത് TV-യിലെല്ലാം വലിയ ന്യൂസ് ആയിരുന്നു. അപ്പൊ നമ്മളെല്ലാം സൂപ്പർമാനും സൂപ്പർ ഹ്യൂമനും വണ്ടർ വുമണും ഒക്കെ ആക്കുക എന്നുള്ളതാണ്. അതൊക്കെ യഥാർത്ഥത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർ ഹ്യൂമനിസ്റ്റിനെ സൃഷ്ടിക്കുന്നത് രോഗവിമുക്തമാക്കാനും പ്രായം കൂടാതെ ജീവിക്കുക, കഴിയുമെങ്കിൽ മരണമില്ലാതെ ജീവിക്കുക എന്നൊക്കെയാണ് ഇതിന്റെ ഒക്കെ മനുഷ്യൻ സൃഷ്ടിക്കുന്ന ജീൻ എഡിറ്റിംഗ് ടെക്നോളജിയിൽ കൂടി ഇത് നടപ്പാക്കാം. മനുഷ്യനും യന്ത്രവും ഒന്നായി തീരുന്ന പ്രതിഭാസമാണ് ഇത്. ഇവയെ നിർമ്മിക്കാൻ പല മാർഗങ്ങളുണ്ട്. നമ്മുടെ മനസ്സിൽ ചിന്തിച്ചാൽ ഇപ്പം നമ്മൾ കമ്പ്യൂട്ടറൊക്കെ, ടെലിഫോൺ ഓർഡർ ചെയ്യുന്ന, പിന്നെ ഓണും ഓഫ് ആക്കുന്ന കീബോർഡ് വെച്ചല്ലേ കമ്പ്യൂട്ടറൊക്കെ, ടെലിഫോണ് വിരലുകൊണ്ടല്ലേ. അപ്പോൾ അത് ഇന്ന് ഭാവിയിൽ വരുന്നത് നമ്മൾ മനസ്സിൽ ചിന്തിച്ചാൽ തന്നെ കമ്പ്യൂട്ടറോ TV-യും നമ്മുടെ സെൽഫോണും എല്ലാം സ്റ്റാർട്ടാകുക, നിർത്തുകയും എല്ലാം ചെയ്യും. അപ്പം കൈകാലുകൾ നഷ്ടപ്പെട്ടാൽ കൃത്രിമമായി യഥാർത്ഥ കാലിനെ പോലെ വെക്കും. അതില് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് മെറ്റൽ ഉപയോഗിച്ചുള്ള കമ്പ്യൂട്ടറും ചേർന്നതായിരിക്കും. അവർക്ക് യാതൊരു പിന്നെ കുറവുമില്ല, ബലക്ഷയം ഒന്നും, അതിന്റെ ബലം കൂടുകയേ ഉള്ളൂ. അവർ കാല് മടക്കിയിട്ട് ഒഴിച്ചായിട്ട് ഭിത്തി വരെ താഴെ പോകും. അതേ സമയത്ത് നടക്കാനും യാതൊരു കാര്യം, സ്വന്തം അതിന് മുമ്പുള്ള കാലിനേക്കാളും അതായിരിക്കും. അങ്ങനെ അത് വെച്ച് പിടിപ്പിക്കാനുള്ള ടെക്നോളജിയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ബുദ്ധി വികസിപ്പിക്കുന്നതാണ് വേറൊരു കണ്ടുപിടുത്തം, ഹ്യൂമൻ കോഗ്നിഷൻ. തലച്ചോറിൽ കമ്പ്യൂട്ടർ ചിപ്പ് വെക്കുക. അപ്പൊ അത് ഞാൻ ഓർക്കുക, അപ്പൊ അത് കോഗ്നിഷൻ വന്ന ഒരു 4 കൊല്ലം മുമ്പ് കണ്ടുപിടിച്ചിരുന്നത് നല്ലതായിരുന്നു. ഇപ്പൊ നമ്മള് കഴിഞ്ഞ 4 കൊല്ലം കോഗ്നിഷൻ ഇല്ലാതെ ഇവിടെ അമേരിക്കയിൽ ഭരണം നടന്നുകൊണ്ടിരുന്നത്. അപ്പം അത് എല്ലാവർക്കും നല്ലതായിരിക്കും, കമ്പ്യൂട്ടർ ചിപ്പ് തലയിൽ വെക്കുക. അതിന്റെ സ്റ്റെപ്പ് ജനറ്റിക്കൽ എഞ്ചിനീയറിങ്. ഇതുപോലെ നമ്മുടെ DNA മോഡിഫൈ ചെയ്യാം. പരമ്പരാഗതമായിട്ടുള്ള ഈ ട്രഡീഷണലായിട്ടുള്ള ഈ രോഗങ്ങൾ ഏതൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും ഓർമ്മയുണ്ടോ? നമുക്ക് എല്ലാവർക്കും ഉള്ള മാതാപിതാക്കളുടെ രോഗങ്ങൾ വരുന്ന ഏതൊക്കെയാ? ഡയബറ്റീസ് ജനറ്റിക്കലി വരുന്നതാ. അതുപോലെ പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? പാർക്കിൻസൺസ്, ഈ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ്, ബ്രെയിൻ ഡിസോർഡേഴ്സ് പല പേരിൽ പലതായിട്ടുണ്ട്.
അതൊക്കെ അതെല്ലാം ജനറ്റിക്കലായിട്ട് ആണെന്നാണ് പറയുന്നത്. പിന്നെ ഹൈ ബ്ലഡ് ഉണ്ട്, ഹാർട്ട് ഡിസീസ്, ഹൈ ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ്, ലങ്സ് ഡിസീസ്, ഇതെല്ലാം ജനറ്റിക്കലി ട്രാൻസ്മിറ്റഡാണ്. അത് ഒന്ന് വിട്ടുപോയി, മെന്റലി ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. അത് ഞാൻ പറഞ്ഞത് ന്യൂറോളജിക്കൽ ബ്രെയിൻ ഡിസോർഡറും പറഞ്ഞായിരുന്നു. അതിൻ്റെ അകത്ത് വരും അത്. അപ്പൊ ഇതെല്ലാം ഇതെല്ലാം എലിമിനേറ്റ് ചെയ്യാം. അപ്പൊ സൈബർനെറ്റിക്സ് എന്ന അതിന്റെ പേര്. സൈബർനെറ്റിക്സ് അതിന്റെ നിർവചനം പറയുന്നത് സയൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഓട്ടോമാറ്റിക് കൺട്രോൾ സിസ്റ്റം ഇൻ ബോത്ത് മെഷീൻ ആൻഡ് ലിവിങ് തിങ്സ്. അതാണ് സൈബർനെറ്റിക്സിന്റെ അത് ഡെഫിനിഷൻ പറയുന്നത്. ബ്രെയിൻ ഇംപ്ലാന്റ് എക്സോസ്കെലിറ്റൻ, ഈ ഇതിന്റെ സ്കെലിറ്റൻ എന്നുള്ള എക്സോസ്കെലിറ്റന് ശരീരത്തിന്റെ ബലവും കഴിവും വർദ്ധിപ്പിക്കുക. എക്സോസ്കെലിറ്റൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ബലം നൽകുന്ന ഒരു ചട്ട ഇടുന്ന ഒരു കവചം ഇടുന്നത് പോലെ തന്നെയാണ്. അത് മെഷീൻ, അത് ബാറ്ററിയോ ഇലക്ട്രിക്കലോ ഓപ്പറേറ്റഡ് ആയിരിക്കും. അത് ചെയ്യുമ്പോൾ യന്ത്രം ഘടിപ്പിച്ചാല് നമുക്ക് ഈ ഭാരം ഇപ്പൊ അതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പം നമ്മൾ 25 പൗണ്ട് പൊക്കുന്നവർക്ക് 500 പൗണ്ടൊക്കെ പൊക്കാൻ സാധിച്ചെന്നിരിക്കും. അതുപോലെ വളരെ ജോലികളെല്ലാം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അതാണ് വേറൊരു കണ്ടുപിടുത്തം നാനോ ടെക്നോളജി. 2003 ഞാൻ എഴുതിയ എന്റെ വെബ്സൈറ്റിലുണ്ട്, ആന്റി ക്രൈസ്റ്റ് ആൻഡ് ദ വേൾഡ് ഗവൺമെന്റ്. അത് നാനോ ടെക്നോളജിയെ കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. അത് അന്ന് വിഭാവന ചെയ്യാതെ ഇപ്പോഴും അത് കംപ്ലീറ്റ്, അത് ഇപ്പോഴും ഡെവലപ്മെന്റ് സ്റ്റേജിലാണ്. അത് വെബ്സൈറ്റ് www.techel.com പോയാൽ വായിക്കാനുള്ളതേ ഉള്ളൂ. നാനോ ടെക്നോളജി, ആറ്റം അഥവാ മോളിക്യൂളിലെ ലെവലിൽ നമുക്കത് ഏറ്റവും ചെറുതായിട്ട് നിർമ്മിക്കാം. നാനോ മെഷീൻ കുത്തിവെച്ചാൽ നമ്മളെ ശരീരത്തിലെ തകർന്ന ടിഷ്യൂസും സെല്ലും റിപ്പയർ ചെയ്യാൻ കഴിയും. ഈ നമ്മുടെ വെയിനിൽ കൂടെ തന്നെ ഈ മെഷീൻ കയറ്റി വിട്ട് അത് ഫിക്സപ്പ് ചെയ്യാം. ഓർഗൻ ഫങ്ഷനും ഫിക്സ് ചെയ്യാനും ഒക്കെ കഴിയും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എവിടെ തിരിഞ്ഞാലും ടിവിയിലും പത്രത്തിലും എല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചാണ് പറയുന്നത്. എല്ലാ കമ്പനിക്കാരും, ഗൂഗിളും ആപ്പിളും എവരിവൺ ഇൻട്രൊഡ്യൂസിങ് ആർട്ടിഫിഷ്യൽ ടെക്നോളജി. ഇന്ന് ലോകത്തിലെ ഏറ്റവും അതിന്റെ ഡെവലപ്പ് ചെയ്യുന്ന 2 പേരുടെ പേര് പറയാവുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും? ആർട്ടിഫിഷ്യൽ ടെക്നോളജിയുടെ ഇന്ന് ഏറ്റവും മുൻപിൽ നിൽക്കുന്ന 2 പേരുടെ സാം അൾട്ട്മൻ ആൻഡ് എലാൻ മസ്ക്. അവരാണ്. അപ്പം സാം അൾട്ട്മന്റെ ഇന്നും വാർഷിക ജനറൽ ഉണ്ടായിരുന്നു. അത് ട്രംപിന്റെ കൂടെ ഇവരൊക്കെ സൗദി അറേബ്യയിലും ഒക്കെ പോയപ്പോൾ ഇവർ 2 പേരും പോയിട്ടുണ്ടായിരുന്നു. അവരാണ് പുതിയ മെഷീൻ ഉണ്ടാക്കുന്നത്. അപ്പം ഇലാൻ മസ്കിന്റെ സൗദി അറേബ്യ വെച്ചൊരു 1 മണിക്കൂർ പ്രസംഗമുണ്ട് റോബോട്ട് മെഷീനെ കുറിച്ച്. അത് കേൾക്കേണ്ടിയില്ല, നിങ്ങൾ യൂട്യൂബിൽ പോയാൽ കാണാം. ഇപ്പൊ ഇവിടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത് പ്രായമുള്ളവരെ നോക്കുവാൻ ഒരാളെ കൂലിക്ക് നിർത്താൻ പ്രയാസമാണ്. 30,000 40,000 ഒക്കെ രൂപ കൊടുക്കണം. എന്നാൽ ഭാവിയിൽ റോബോട്ട് മനുഷ്യനെ ഉണ്ടാക്കി കഴിഞ്ഞാല് നമ്മൾ പാത്രം കഴുകുവോ, നമ്മളെപ്പോലെ തന്നെ മനുഷ്യന്റെ ബുദ്ധി, അവന് കഴിയുന്ന ബുദ്ധിയുള്ള റോബോട്ട്സ് മെഷീനെ ഉണ്ടാക്കാൻ കഴിയുന്നത്. അപ്പം മുറ്റം തൂക്കുന്നതിനും പാത്രം കഴുകുന്നതിനും കുക്ക് ചെയ്യുന്നതിനും ഇപ്പം തന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില ദിവസം ഉപ്പ് കൂടിപ്പോവും, കുറഞ്ഞു പോവും. ഇതിനെ ഒന്ന് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് വളരെ നല്ല ഭംഗിയില് മീൻകറിയും ഇറച്ചിക്കറിയും പോലും ഇതെല്ലാം നമ്മൾ പറയുന്നത് പോലെ ഉണ്ടാക്കി വിളമ്പി പിന്നെ കൊണ്ടുവന്ന് നമ്മളെ കൊണ്ടുപോയി കുളിപ്പിക്കുകയും വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും മസാജ് ചെയ്യുകയും എല്ലാം ചെയ്യും. അങ്ങനെ റോബോട്ടിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ഓടിക്കും. ഇപ്പം തന്നെ ടെസ്ലയുടെ വണ്ടി, ഓട്ടോമാറ്റിക് വണ്ടി ഓടുന്നുണ്ടല്ലോ, റോഡിൽ ഡ്രൈവർ ഇല്ലാതെ വണ്ടി ഓടുന്നുണ്ടല്ലോ. അപ്പൊ ഇത് മനുഷ്യനുമായിട്ട് ഇത് മിക്സപ്പ് ചെയ്യും. വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്ന വേറൊന്ന്. ഇപ്പം ചന്ദ്രനിൽ പോകാതെ തന്നെ നമുക്ക് ചന്ദ്രന്റെ അവിടുത്തെ ആ പ്രതീതി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ആ ടെക്നോളജി ഈ എക്കോ സെന്ററിലൊക്കെ ഫ്ലോറിഡയിലൊക്കെ പോകുമ്പോൾ അതൊക്കെ പണ്ടേ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാലും അത് അവിടെ പോകണം. നമുക്ക് എല്ലാവർക്കും അത് ആമ്പിളായിട്ട് വളരെ അഡ്വാൻസ് നിലയിൽ നമുക്ക് ആ നിലയിൽ വരുന്ന ഒരു പ്രക്രിയയാണ്. ട്രാൻസ്ഹ്യൂമനിസം. നമ്മുടെ ശരീരഘടനയും സൗന്ദര്യവും എല്ലാം വ്യത്യാസപ്പെടുത്താൻ സാധിക്കും. എങ്ങനെ നമ്മളെ കാണുന്ന എല്ലാം ഫിക്സപ്പ് ചെയ്യാം. അപ്പോൾ ഇപ്പൊ ഇംപ്ലാന്റ് നമുക്ക് തന്നെ, ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ മുഖങ്ങൾക്ക് എന്ത് വ്യത്യാസമാണ് വരുന്നത്. പല്ലെല്ലാം അവിടെ കൊഴിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ ഇരിക്കുമ്പോൾ എല്ലാം നല്ല ഇംപ്ലാന്റ് ചെയ്ത് കഴിയുമ്പോൾ അതെല്ലാം വലിയ വ്യത്യാസം വരും. നമ്മുടെ മാറിയ DNA രോഗമില്ലാത്ത കൂടുതൽ ബുദ്ധിയുള്ള
നമ്മുടെ രൂപത്തിന് വ്യത്യാസം വരുത്തുന്നതുമായിരിക്കും. അപ്പൊ ഈ രോഗം വരുന്ന DNA എല്ലാം അത് എലിമിനേറ്റ് ചെയ്യും. ഇപ്പം നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത് എലിമിനേറ്റ് ചെയ്തിട്ട് അപ്പോൾ അതിൽ നിന്ന് മനുഷ്യർക്ക് ഊഹിക്കാൻ കഴിയാത്ത അതായത് സമയത്ത് ഊഹിക്കാൻ കഴിയാത്ത പല പ്രശ്നങ്ങളും ഉടലെടുത്തും എടുക്കാൻ സാധ്യതയുണ്ട്. അതെല്ലാം മിസ്യൂസ് ചെയ്താൽ ലോകത്തെ മുഴുവൻ നശിപ്പിക്കാമെന്നാണ് പറയുന്നത്. ലോകത്തിലെ പട്ടിണിക്ക് പരിഹാരം ഉണ്ടാകും. പിന്നെ യാത്ര വളരെ എളുപ്പമായിരിക്കും. അന്ന് റേഗന്റെ സമയത്ത് റേഗൻ പറഞ്ഞായിരുന്നു റോക്കറ്റ് പ്ലെയിൻ ഉണ്ടാക്കിയാൽ അമേരിക്ക എന്ന ജപ്പാനിൽ 1/2 മണിക്കൂർ കൊണ്ട് ചെല്ലാമെന്ന്. ഇപ്പോൾ അത് മുമ്പേ പറഞ്ഞത് സൂപ്പർമാനെ പോലുള്ള ഒരു ഇതായിരുന്നു. അന്ന് റേഗൻ പറഞ്ഞ സ്റ്റാർ വാർസ് ഇപ്പം ഓൾറെഡി ഗോൾഡൻ ഡോം എന്നും പറഞ്ഞ് മിനിയാന്ന് ട്രംപ് സൈൻ ചെയ്തായിരുന്നു. അമേരിക്ക അയൺ ഡോം എന്നാണ് ഇസ്രായേലിനുള്ള കവചം. അമേരിക്കയ്ക്ക് ഗോൾഡൻ ഡോം ഉണ്ടാക്കുകയാണ്. ഇതെല്ലാം നേരത്തെ ഭാവനയിലുള്ളതാണ്. ഇപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരിക്കലും മനുഷ്യനേക്കാൾ ബുദ്ധിയുള്ള ഒരു യന്ത്രവും വന്നാൽ മാനവരാശിയെ നശിപ്പിക്കാമെന്ന് തന്നെ ചിലർ വിശ്വസിക്കുന്നു. എന്നാൽ ദൈവം നമ്മളെ കുറവുകളോടെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തെ ആശ്രയമില്ലാതെ ജീവിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് ആൾക്കാരുടെ. എന്നാൽ പ്രകൃതിയുടെ നിയമത്തെ മറികടക്കാനാണ് ഇപ്പോഴും പലരും ശ്രമിക്കുന്നത്. നമ്മൾ അതൊരിക്കലും ശരിയല്ല. ഇതിന്റെ എല്ലാം റിസൾട്ട് എങ്ങനെയാണ്? സമൂഹത്തിലെ തുല്യത ഇല്ലാതാകും. ചുരുക്കം പറഞ്ഞാൽ പൈസ ഉള്ളവന് ഇതെല്ലാം ബോഡിയെല്ലാം ഫിറ്റപ്പ് ചെയ്ത് നല്ല സൂപ്പർമാൻ ആകാം. പൈസ ഇല്ലാത്തവർക്ക് വളരെ മറ്റേ രീതിയിലാകും. അപ്പം ഈ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലെ അന്ന് ഈ മല്ലന്മാരുണ്ടായിരുന്നു, രാക്ഷസന്മാരുണ്ടായിരുന്നു. അന്ന് 2 തരത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. മല്ലന്മാര് വീണ ദൂതന്മാര് വന്ന് വിവാഹം കഴിച്ച് മനുഷ്യ സ്ത്രീകളുമായിട്ട് മല്ലന്മാരുണ്ടായി. അല്ലാത്ത 2 മിക്സർ ജാതികളായിരുന്നു ഉണ്ടായിരുന്നത്. ആ നിലയിലേക്ക് ഇപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു ചിന്തയും പലർക്കും ഉണ്ട്. അതുപോലെ സൂപ്പർമാനായിട്ട് വരുമ്പോൾ അന്നത്തെ മല്ലന്മാരെ പോലെയുള്ള ആൾക്കാരാണ് ഇപ്പോഴും കാണാൻ പറ്റും. ഇപ്പം തന്നെ NBA കാണാമല്ലേ, 7.25 അടി നീളവും 7.5 അടി നീളം വരെയുള്ളവരുണ്ടല്ലോ. അപ്പം നമുക്ക് പുതിയ ഹ്യൂമൻ ബോഡി ഈ ദാനിയേൽ പ്രവചനം 2:43 ഒന്ന് വായിക്കാമോ? ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതിൻ്റെ താല്പര്യമോ? അവർ മനുഷ്യബീജത്താൽ തമ്മിൽ ഇടകലരുമെങ്കിലും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നത് പോലെ അവർ തമ്മിൽ ചേരുകയില്ല. താങ്ക് യു. എനിക്ക് മലയാളത്തിലെ ട്രാൻസ്ലേഷൻ വളരെ മനുഷ്യബീജത്താല്. അപ്പൊ ഈ ദാനിയേൽ പ്രവചനത്തിലെ ഇന്റർപ്രിട്ടേഷൻ, എന്റെ ബുക്ക് ഉൾപ്പെടെ അവിടെ ഇന്റർപ്രിട്ടേഷൻ എഴുതിയിരിക്കുന്നത് അവിടെ ഡെമോക്രസിയും പിന്നെ ഡിക്റ്റേറ്റർഷിപ്പും കൂടെ ഒരുമിച്ച് പോവുകയില്ല എന്നുള്ള രീതിയിലാണ് എല്ലാ കമന്ററിലും എഴുതിയിരിക്കുന്നത്. ഇപ്പൊ ഞാനതൊന്ന് മോഡിഫൈ ചെയ്യാണ്. അത് രാജ്യങ്ങളെയല്ല, മനുഷ്യരെ കുറിച്ചാണ്. ഇപ്പൊ അത് മലയാളത്തിൽ വായിച്ച വളരെ ശരിയാണ്. ഇംഗ്ലീഷിൽ ഞാൻ അതൊന്ന് വായിക്കാം. അത് ആൻഡ് ജസ്റ്റ് as you saw the iron mixed with the baked clay, so the people will be a mixture and will not remain united any more than iron mixes with clay. അപ്പം ഇത് അതിന്റെ മനുഷ്യനും യന്ത്രവും ഒരുമിച്ചെന്ന് പറഞ്ഞാലും അതിനെ ഏച്ചു വെച്ചാൽ മുഴച്ചിരിക്കുമെന്ന് മലയാളത്തിലെ പ്രോഗ്രാംസ് എല്ലാം വളരെ നല്ലതാണല്ലോ. ഏച്ചു വെച്ചാൽ മുഴച്ചിരിക്കുമെന്ന് പറഞ്ഞാലൊക്കെ ഇരിക്കും. അപ്പം ഈ കാലുകൾ 2 വ്യത്യസ്ത സാധനങ്ങൾ കൊണ്ടുള്ളതാണ്. അയൺ ആൻഡ് ക്ലേ. കളിമണ്ണ് മനുഷ്യരാശിയെ പ്രതിനിധീകരിക്കുന്നു. മനുഷ്യരാശി വേറൊരു സബ്സ്റ്റൻസുമായി ചേരും. ശാരീരിക ആത്മീയ ഐഡന്റിറ്റി മനുഷ്യന് നഷ്ടപ്പെടാം. ഇങ്ങനെ ഒരു ആത്മീയമായിട്ടുള്ള ഐഡന്റിറ്റി നഷ്ടപ്പെട്ടെന്ന് വരും. ബൈബിൾ ടീച്ചേഴ്സ് ദാറ്റ് ഹ്യൂമൻസ് ആർ നോട്ട് ജസ്റ്റ് ഫിസിക്കൽ ബീയിങ്സ് ബട്ട് ഓൾസോ സ്പിരിച്വൽ ബീയിങ്സ് വിത്ത് എ സോൾ ആൻഡ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ഇപ്പം ഇവിടെ ആദ്യം വായിച്ചതില് വെളിപാട് 13:15 വായിച്ചായിരുന്നു. കള്ളപ്രവാചന മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ഇത് ജീവൻ കൊടുക്കുമെന്നുള്ളത്. അപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ പറഞ്ഞു. AI എന്ന ബയോ ടെക്നോളജി പ്രോമിസസ് കൺവീനിയൻസ് ആൻഡ് എഫിഷ്യൻസി. എന്നാൽ ഒരാൾക്ക് ഈ സിസ്റ്റം എല്ലാം നിയന്ത്രിക്കുവാൻ സാധിക്കും. നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ കമ്പ്യൂട്ടറിലും ഇതെല്ലാം നമ്മുടെ ഫോണിലും എല്ലാം ഉണ്ട്. ഇപ്പൊ ഒരാളെ സോഷ്യൽ മീഡിയയിൽ 5 മിനിറ്റ് നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ ആളിന്റെ റിലീജിയസ് ബാക്ക്ഗ്രൗണ്ടും പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കമ്പ്യൂട്ടർ വന്നതിന്റെ ഇതാണ്. അനവധി ആൾക്കാരെ ഈ കുറ്റം കണ്ടുപിടിക്കുന്നതിന് ഇപ്പൊ ഈ ജയിലിൽ ആടി പോയവരൊക്കെ പിടിക്കുന്ന കമ്പ്യൂട്ടറിന്റെ ടെക്നോളജി ഉണ്ട്. അതിനു മുമ്പ് ഡിറ്റക്റ്റീവ്സ് വേണമായിരുന്നു. വളരെ കുറ്റങ്ങൾ തെളിയിക്കണേ വളരെ പ്രയാസമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങള്
ഞാനിവിടെ വന്ന് കഴിഞ്ഞ ആദ്യം 1974 ഉണ്ടായിരുന്നു ഒരു ഹാലോവിന് തിമത്തി ബ്രയൻ എന്ന് പറഞ്ഞ ഒരു 8 വയസ്സുള്ള ചെറുക്കന് അവന്റെ അപ്പന് ഈ ഹാലോവിന് ഈ സൈനൈഡുള്ള കാൻഡി കൊടുത്ത് റൊണാൾഡ് ഒബ്രയന് 1974 കൊന്നു. അപ്പം എല്ലാവർക്കും വലിയ സംശയം ഹാലോവിൻ. അതിനുശേഷമാണ് പിന്നെ പല പ്രാവശ്യവും ഇവിടെ വേണ്ടെന്ന് പറയും വളരെ ഇതിന് പ്രശ്നമായത്. അപ്പൊ കാൻഡിയുടെ അകത്ത് സയനൈഡ് ചേർത്തതാണ്. അപ്പൊ എങ്ങനെ അവനെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ ഒത്തിരി നാളിന് ശേഷം ഇവൻ അപ്പന് റൊണാൾഡോ ബ്രയൻ ഈ കോളേജ് ഈവനിങ് കോഴ്സിന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സാറിനോടൊരു ചോദ്യം ചെയ്തു, ഒരാളെ കൊല്ലാൻ എത്ര സയനൈഡ് വേണമെന്ന്. അപ്പൊ എടുത്തെടുത്ത് പിന്നെ പല ചോദ്യങ്ങൾ ചോദിച്ചപ്പം സാറിന് മനസ്സിലായില്ല എന്താന്നുള്ളത്. എന്നാലും സാർ എക്സ്പ്ലെയിൻ ചെയ്തു. അന്നിപ്പോ ഈ സംഭവങ്ങളെല്ലാം വന്നപ്പോ ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ സാറ് തോർത്ത് എന്നിട്ട് പോലീസിനെ വിളിച്ച് പറഞ്ഞ് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. അങ്ങനെ കണ്ടുപിടിച്ച് അവനെ അറസ്റ്റ് ചെയ്ത് പിന്നെ ഒടുവിൽ അവനെ കൊന്നു. ഇലക്ട്രിക്കൽ ചെയർ കൊന്നു. ഞാൻ പറഞ്ഞു വന്നത് അന്ന് ഇപ്പൊ ഡിറ്റക്റ്റീവ്സ് കഥകൾ നോവലും ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ഇന്ന് വളരെ ഈസിയാണ്, എവിടെ എല്ലായിടത്തും ക്യാമറയും ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ ഈയിടയിൽ ഒരു ന്യൂസ് കേട്ടതാ, ഈയിടെ 1-2 കൊല്ലമായി ഇവിടെ ഇത് ഭാര്യയും ഭർത്താവും വഴക്കുണ്ടാക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുമ്പോൾ അവർ ആരെങ്കിലും ഒരാളല്ലേ പോലീസിനെ വിളിക്കുന്നത്. അപ്പൊ ഇവരുടെ വീട്ടിൽ അലക്സ ഉണ്ടായിരുന്നു. ഭാര്യയും ഭർത്താവും വളരെ ബഹളം വെച്ച് കണ്ട് അലക്സ പോലീസിനെ വിളിച്ച്. അലക്സ എന്നറിയാമല്ലോ, ആമസോണിന്റെ അലക്സ അവിടെ നമ്മുടെ വീടുകളിൽ വെച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ സംഭാഷണങ്ങൾ കമ്പ്യൂട്ടറും ഇതെല്ലാം ഇതുണ്ടെന്നുള്ളതിന്റെ അകത്ത് ചിപ്പുണ്ട്, ശ്രദ്ധിക്കുന്നുള്ളതാണ്. അപ്പൊ റോബോട്ട് ഡോക്ടർ പിന്നെ നമ്മളെ പരിശോധിക്കുമ്പോൾ നമ്മുടെ സിംറ്റംസ് ഇപ്പം ഈ പല രോഗങ്ങളൊക്കെ ഉള്ളവർക്ക്, നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാകും. ചില ഈ സെയിം സിംറ്റംസ് 2-3 രോഗങ്ങളുള്ളവർക്കുണ്ട്. അതുകൊണ്ട് ഏത് രോഗമാണെന്നുള്ള ഇപ്പം ഡോക്ടേഴ്സ് ഓഫീസിൽ പോയാൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, എന്റെ അനുഭവത്തിൽ നിന്ന് ഡോക്ടർമാർക്ക് ആർക്കും സമയമില്ല. പെട്ടെന്ന് മിന്നൽ വന്നിട്ട് കേട്ടേച്ച് ഒരു മരുന്ന് എഴുതിച്ച് അങ്ങ് പോവുകയാണ്. അവർക്ക് റിസർച്ച് ചെയ്യാനോ ഇതൊന്നും സമയമില്ല. അപ്പോൾ ഇവര് നമ്മുടെ സിംറ്റം പറയുമ്പോൾ അത് ഊഹിച്ചിന്ന രോഗമായിരിക്കുമെന്നും കണ്ടാണ് മരുന്ന് എഴുതുന്നത്. എന്നാൽ ഈ റോബോട്ട് ഡോക്ടർ വരുമ്പം നമ്മൾ ഈ സിംറ്റം കേൾക്കുമ്പോൾ ഈ ലോകത്തിലെ മുഴുവൻ കമ്പ്യൂട്ടറുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ ഈ സിംറ്റം ഉള്ള ഈ രോഗികൾ എവിടെ ലോകത്തിൽ എത്ര ഉണ്ട്, അത് പല രോഗങ്ങളുള്ളവരുടെ ഇതിൽ ഐഡന്റിഫൈ ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് ഇന്ന രോഗമാണ് എന്ന് കണ്ടുപിടിച്ച് അതിന് വേണ്ട മരുന്ന് പിന്നെ പ്രിസ്ക്രൈബ് ചെയ്യാൻ ഇതിന് കഴിയും. അതുകൂടാതെ തന്നെ നമ്മളിപ്പോ ആവശ്യമുണ്ട് ഡോക്ടറൊക്കെ ചെല്ലുമ്പം MRI ഒക്കെ എഴുതി തരും. നമ്മൾ MRI ഒക്കെ പോയി ക്ലിനിക്കിൽ പോയി എടുക്കണം. അപ്പൊ ഇവിടെ ഈ റോബോട്ടിന്റെ എന്ന് പറഞ്ഞാൽ നമ്മളെ തലമുടി മുതൽ നഖം വരെ കംപ്ലീറ്റ് നമ്മളെ മുഴുവൻ സ്കാൻ ചെയ്ത് മുഴുവൻ MRI പോലെ അതിനേക്കാൾ മുഴുവൻ കാണാനും പോകേണ്ട ആവശ്യമില്ല, ഒരു ക്ലിനിക്കിൽ പോകേണ്ട ആവശ്യമില്ല. MRI എല്ലാം ഒരിക്കൽ ഡിസപ്പിയർ ചെയ്യാൻ പോവുകയാണ്. ഈ റോബോട്ട് ഡോക്ടറെയൊക്കെ എല്ലാം മനസ്സിലാക്കി 5-10 മിനിറ്റ് കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ഇതെല്ലാം ശരിയാകും. ഇതെല്ലാം ഡയഗ്നോസ് ചെയ്ത് നമുക്ക് വേണ്ട പ്രതിവിധിയും കിട്ടും. അതുപോലെ തന്നെ ഞാൻ എന്റെ 2020 ഈ ഡ്രോൺസ് എന്നും പറയുമ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധത്തിലും ഡ്രോൺസ് ആണല്ലോ ഉപയോഗിക്കുന്നത്, വലിയ പ്ലെയിൻ സൈസിലുള്ള. എന്നാൽ അതിൻ്റെ അകത്ത് മോസ്കിറ്റോ സൈസിലുള്ള ഡ്രോൺസ് ഭാവിയിൽ പോലീസിനോ ആർക്കെങ്കിലും നമ്മളെ കണ്ടുപിടിക്കാൻ, നമ്മുടെ രഹസ്യങ്ങൾ അറിയണമെന്നുണ്ട്. നമ്മളിപ്പോ വീട്ടിൽ ചിലപ്പം വരുമ്പോൾ നമ്മൾ കഥ തുറന്നു വരുമ്പോൾ കൂടെ ഒരു ഈച്ചയും ഒരു കൊതുകും ഒക്കെ കയറി വരുന്നത് കണ്ടിട്ടുണ്ടല്ലോ. നമ്മളവർക്ക് എവിടെ നിന്നാണ് ഇത് കയറി വന്ന ഒരു കൊതുകിനെ കാണുമ്പോൾ അത് നമ്മൾ കഥ തുറപ്പോൾ നമ്മുടെ കൂടെ കയറുന്നത് എന്ന് പറയുന്ന പോലെ ഈ മോസ്കിറ്റോ സൈസിലുള്ള ഡ്രോണിനെ വിട്ടിട്ട് നമ്മുടെ ഭവനത്തിൽ വന്നിട്ട് നമ്മുടെ പടങ്ങളും എടുത്ത് എല്ലാ മുറികളിലും കയറി ഇറങ്ങി പടവും എടുത്ത് നമ്മുടെ സംഭാഷണവും എടുത്ത് പോകുന്ന രീതിയിൽ അങ്ങനെയുള്ള ഡ്രോൺസ് ആണ് വരാൻ പോകുന്നത്. അതുപോലെ ഡിജിറ്റൽ കറൻസിയും പിന്നെ കാഷ്ലെസ് സൊസൈറ്റിയാണ്. ഇപ്പൊ ഞാൻ ഓർക്കുകയാണ്, ബാങ്കിൽ ഡൗൺ ടൗണിൽ ബാങ്കിൽ ജോലി ചെയ്തപ്പം ഈ ഗ്യാസ് സ്റ്റേഷനിലും ഗ്രോസറി സ്റ്റോറിലും ഒക്കെ വർക്ക് ചെയ്യുന്നവർ ഇത്ര കോയിനും കറൻസിയും കൊണ്ടാണ് വരുന്നത്. ടെല്ലേഴ്സിന് അതെല്ലാം എണ്ണി തീർക്കാൻ മണിക്കൂറുകൾ എടുക്കുക. അപ്പം ഈ 6 ഡൗൺ ടൗണിലെ ബാങ്ക് ക്ലോസ് ചെയ്യുന്നത്. എന്നാൽ ഈ സബർബിലെ ബാങ്ക്സ് എല്ലാം 2 മണിക്ക് ക്ലോസ് ചെയ്യുന്നതുകൊണ്ട് എന്തോ എടുക്കും. ഈ 6 മണിക്ക് ആകുന്നതിന് മുമ്പ് അവിടെ നിന്നെല്ലാം ഈ ഡൗൺ ടൗണിലേക്ക് ആൾക്കാർ വരും. അവർക്ക് അന്ന് തന്നെ ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പ്രാവശ്യം തന്നെ 6 മണിക്ക് ബാങ്ക് ക്ലോസ് ചെയ്തിട്ട് 7 മണിക്ക് യൂണിവേഴ്സിറ്റി ഓഫീസിൽ പോകുന്ന ഒത്തിരി പിള്ളേരുണ്ട്. അപ്പൊ ഇവർ 6-ന് 2 മിനിറ്റ് മുമ്പേ ഈ $1 ലക്ഷം ക്യാഷുമായിട്ട് വരുമ്പം പിള്ളേർക്ക് അത് എണ്ണി ഇതെല്ലാം റിപ്പോർട്ട് എഴുതിയിട്ട് ഇവിടെ ക്ലാസ് മിസ് ചെയ്യും. അപ്പൊ കസ്റ്റമേഴ്സിനോട് പറയാൻ പേടിയാണല്ലോ. അപ്പൊ ഞാൻ മാനേജരായപ്പോൾ അതെല്ലാം അവരോട് സംസാരിച്ച് അതെല്ലാമുള്ള പ്രശ്നമെല്ലാം നിർത്തി. ഇനി 5:30 മുമ്പ് വന്നാൽ നിങ്ങളുടെ പിറ്റേ ദിവസം വർക്ക് ചെയ്യൂ.
അതുകൊണ്ട് അതിന് വരണമെന്ന് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ ഇനിയിപ്പോ ആ കാശിന്റെ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും ഈയിടെ ഒത്തിരി കാശോ കോയിനോ കൊണ്ട് നടക്കുന്നുണ്ടോ ആരെങ്കിലും? അപ്പം ആ കാശെല്ലാം ഡിസപ്പിയർ ആകാൻ പോവുകയാണ്. 2010 അമേരിക്കയിൽ നടത്തിയ സെൻസസ് അനുസരിച്ച് ലൂസിഫറിന്റെ അജണ്ടയാണ് ഇതെല്ലാം. ഇതിന്റെ ഒരു കാര്യങ്ങൾ അതേ സമയത്ത് ഒരു കാര്യം ഞാൻ ക്രമീകരിച്ച് വ്യക്തമാക്കട്ടെ. ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം നമുക്ക് വേണ്ടിയിട്ട് ദൈവം അനുവദിച്ചതാണ്, ശാശന് വേണ്ടിയിട്ടല്ല. ശാശ മിസ്യൂസ് ചെയ്യും, അത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ചിലര് പ്രസംഗിക്കും, അവിടെ ഇത് വരുന്നു, ഇതെല്ലാം അന്തിക്രിസ്തു. അതെല്ലാം ശരി, അന്തിക്രിസ്തു ഉപയോഗിക്കുകയല്ല. പക്ഷെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എത്രയോ യൂബർ, ഇപ്പൊ GPS ഒക്കെ നോക്കിയാൽ എത്രയോ നമ്മുടെ ജീവിതം സുഗമമാക്കി നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. അപ്പം എന്നാല് ലൂസിഫർ ഈ മറ്റേ ഇത് ലൈംഗിക കാര്യം പറഞ്ഞതുപോലെ തന്നെ മനുഷ്യന് പ്രൊക്രിയേഷനും ഹാപ്പിനെസ്സിനും പ്ലഷറിനും വേണ്ടി സെക്ഷൽ ഇതുണ്ടായെങ്കിലും അത് മിസ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞ പോലെ ഇതെല്ലാം ഈ വിച്ച് ക്രാഫ്റ്റ് ഇതെല്ലാം ഇവിടെ അന്ത്യകാലത്ത് ഇത് മിസ്യൂസ് ചെയ്യാൻ പോവുകയാണ് ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം. അപ്പൊ ഇത് ഈ കാറ് കണ്ടുപിടിച്ചതും ബാർകോഡെന്നും പറഞ്ഞ് കേരളത്തിൽ 5-8 കൊല്ലത്തിന് മുമ്പ് വലിയ പ്രവർത്തനമാണ്. ബാർകോഡെല്ലാം ശരിയാ, ഇതെല്ലാം ബാർകോഡ്. അതിന് ഞാൻ പറഞ്ഞു 49 ബാർകോഡ് വന്ന ഇവിടെ എല്ലാം പ്രസംഗിച്ച് കഴിഞ്ഞ ഇപ്പൊ ഈടയില്ല അവിടത്തെ ബാർകോഡെന്നും പറഞ്ഞ് അവിടെ വലിയ. അപ്പൊ അന്തിക്രിസ്തുവിന്റെ ആയിട്ട് വേണ്ടി ഇത് ഉണ്ടാക്കിയതല്ല, നമുക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. പക്ഷെ അന്തിക്രിസ്തു മിസ്യൂസ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ അമേരിക്കയിൽ ഒരു 2010 നടത്തിയൊരു സെൻസസില് 4ാമത്തെ ഏറ്റവും സാത്താന്റെ വർഷിപ്പേഴ്സ് ആണ് ഏറ്റവും ഇവിടെ അമേരിക്കയിൽ ഉള്ള എന്ന് അവിടെ അത് കണ്ടു. മൈക്ക് സ്മിത്ത് എന്ന ഒരു നേരത്തെ ഉള്ള ഒരു സാത്താൻ വർഷിപ്പർ പറയുന്ന ഇപ്രകാരമാണ്: ഇന്ന് കാണുന്ന ലോകത്തിലെ പ്രധാന കമ്പനികളെല്ലാം ഏതാനും ചെറിയ ഗ്രൂപ്പായ സാത്താൻ ആരാധകരാണ്. ഈ മേജർ കമ്പനികളെല്ലാം സാത്താന്യം, അപ്പൊ ഏത്തിസ്റ്റും ദൈവമില്ലാത്തവരും പ്രോഗ്രസീവ് കമ്മ്യൂണിസ്റ്റും സോഷ്യലിസ്റ്റുമാണ്. നിർഭാഗ്യമെന്ന് പറയട്ടെ, അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഇവിടുത്തെ ഇടതുപക്ഷ പാർട്ടികളാണ്. നമ്മുടെ കേരളത്തിലെ ബ്രദറുടെയും ബന്ധക്കോസുകാരുടെയും വോട്ട് കൊണ്ടാണ് അവർ പലരും ജയിക്കുന്നത് തന്നെ. മനുഷ്യരെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ റോക്ക് മ്യൂസിക്. ശ്രദ്ധിക്കുക, നമ്മൾ കാണുകയിലായിരിക്കും, പലരും റിസർച്ചിന് വേണ്ടി ഞാൻ കാണുന്നത്. ഓസ്കർ അവാർഡ് ദിനമുണ്ട്, പിന്നെ ഹോളിവുഡിന്റെ അക്കാഡമി അവാർഡ് എന്നും പറഞ്ഞിട്ടുണ്ട്, ഗോൾഡൻ ഗ്ലോബ്സ്, പിന്നെ സൂപ്പർ ബോളിന്റെ ഹാഫ് ടൈം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സൂപ്പർ ബോൾ മിക്കവാറും കാണുന്നതന്നെ. പക്ഷേ അവിടെ ശാശന്റെ രൂപങ്ങളാണ് അവിടെ കാണിച്ചത്. ഗ്രാമി അവാർഡില് പാടിയത് ഇപ്പൊ ഈ കൊല്ലത്തെ ഈ പറഞ്ഞ അൺഹോളി എന്ന പാട്ടാണ് അവിടെ പാടിയത്. അൺഹോളി. ലൂസിഫറിന്റെ വേഷം ഒരാൾ ധരിച്ചു. അത് ഈ വർഷം നടന്ന സംഗതിയാണ്. അമേരിക്കയിലെ ആൾക്കാര് കമ്പനികളും എല്ലാം ഒത്തിരി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതൻ തോട്ടത്തിലെ വീഴ്ചയ്ക്ക് ശേഷം മനുഷ്യവർഗത്തിനെ നശിപ്പിക്കാനുള്ള ഉപാധികളാണ് സാത്താൻ രൂപപ്പെടുത്തിയിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ജനനത്തെ തടയുവാനുള്ള പദ്ധതി സൃഷ്ടിച്ചതും സാത്താൻ അന്ന് മുതൽ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പൊ ഈ ജനറ്റിക്കൽ കോഡ് ഇപ്പൊ മുമ്പേ വായിച്ച ദാനിയേൽ 2:41 വായിച്ച കോഡ് ചേഞ്ച് ചെയ്യുക, എവല്യൂഷൻ പഠിപ്പിക്കുക, എല്ലാം ഇതിന്റെ ഭാഗങ്ങളാണ്. ഇന്ന് കോളേജിൽ എവിടെ പോയാലും എവല്യൂഷൻ ആണല്ലോ പറയുന്നത്. അപ്പൊ ലൂസിഫറിനെ തോൽപ്പിക്കുന്ന അവസാന യുദ്ധം ഈ റെവലേഷൻ വെളിപാടിന്റെ 19:11-20 നമുക്ക് കാണാം. വെളിപാടിന്റെ 16 അർമ്മഗദ യുദ്ധത്തെ കുറിച്ചും നമുക്ക് കാണാം. ഈ ഭൂതങ്ങളുടെ സ്വാധീനം ഇന്നത്തെ ലോകം ഒന്ന് അവലോകനം ചെയ്യാൻ ചില പ്രത്യേക ലക്ഷണങ്ങൾ കാണാം. ഈ മുമ്പേ ആദ്യം പറഞ്ഞല്ലോ, ഈ ഇൻക്രെഡിബിൾ ഹക്കിന്റെ കോവിഡ് പാൻഡമിക്, പിന്നെ വയലൻസ്, റൈറ്റ്സ്, ഇതെല്ലാം ഇതെല്ലാം പ്രത്യേക രീതിയിൽ സാത്താന്റെ ഒരു പ്രവർത്തനമുണ്ട് ഇപ്പോൾ നടക്കുന്നുണ്ട്. 2 തിമോഥെയോസ് 3:1-4 വരെ സമയം അധികം ഇല്ലെങ്കിൽ ഒന്ന് വായിക്കാമോ പെട്ടെന്ന്? 2 തിമോഥെയോസ് 3:1-4 വരെ. 2 തിമോഥെയോസ് 3:1-4 വരെയോ? അതെ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വൻപു പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദികെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും
ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരും ആയിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. താങ്ക് യു. ഇത് അന്ത്യകാലത്തെ ലക്ഷണമാണ് പറയുന്നത്. ഈ ലക്ഷണങ്ങളെല്ലാം ആദ്യം മുതലേ ഉണ്ട് കേട്ടോ. പക്ഷെങ്കിൽ ഇപ്പൊ ഇതിന്റെ അർത്ഥം അന്ത്യകാലത്ത് ഇതെല്ലാം വർദ്ധിക്കുമെന്നുള്ളതാണ് ഇന്റൻസിറ്റി. ലോകത്തിലെ എല്ലാ ഇന്റർനെറ്റും കൂടി ഇത് നമ്മൾ ഇന്ന് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഇന്ത്യയെ വിളിക്കുന്ന വൈഫൈ ഉപയോഗിച്ചല്ലേ വിളിക്കുന്നത്. അപ്പം എന്നാൽ നമ്മുടെ ബോഡി കണക്ട് ചെയ്തിട്ടില്ല. അതിന് ചെയ്യാൻ യന്ത്രവുമായിട്ട് ഘടിപ്പിക്കുന്നതിന് നമ്മൾ ബോഡിയിൽ ഒരു ഇംപ്ലാന്റ് ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിക്കാറുണ്ട്, ഈ ടൂത്ത് ഇംപ്ലാന്റ് ചെയ്യുമല്ലോ. അപ്പൊ നമ്മുടെ വിസ്റ്റൺ ടൂത്ത് എടുക്കുന്നിടത്ത് തന്നെ ഒരു കമ്പ്യൂട്ടർ ചിപ്പ് പോലെ പല്ലിന്റെ രീതിയിൽ അവിടെ വെച്ചാൽ തന്നെ നമ്മൾ കണക്റ്റഡ് ആയി. ലോകം മുഴുവൻ അന്നേരം കംപ്ലീറ്റ് എല്ലാവരുമായിട്ടും കണക്റ്റഡ് ആകും. അപ്പൊ സൂപ്പർമാനെ പോലുള്ള ശക്തിയുള്ള ചുരുങ്ങിയ കാലയളവിൽ ഇത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് എങ്ങനെയാണ് ഇതെല്ലാം വരുന്നത്? ഈ സാത്താന്റെ ഇതെന്ന് പറയുമ്പോൾ ഇവർ പുറകോട്ട് നോക്കി പോന്ന ഒരു കൂട്ടരുണ്ട്. ഈ 4000 വർഷം മുമ്പുള്ള ഈ പിരമിഡിനെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇത്രയും വലിയ ഭാരമുള്ള കല്ലുകൾ എങ്ങനെ മണ്ടയ്ച്ചെന്ന് ഇപ്പോഴും ആർക്കും ഒരു പിടിയുമില്ല. ഇത്രയും സയൻസ് വന്നിട്ടും പലരും ഊഹാപോഹങ്ങൾ പറയുന്ന അവർ ഫോളൻ ഏഞ്ചൽസ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട് പിരമിഡ് പണിതത്. അതുപോലെ തന്നെ ഈ ഗ്രേറ്റ് ബ്രിട്ടനിലുണ്ടല്ലോ സ്റ്റോൺ ഹെഡ്ജ് എന്നും പറഞ്ഞ്, അത് ഗൂഗിള് നോക്കിയാൽ കാണും. അതുപോലെ തന്നെ അവിടെ ഈ പെറുവില് നാസ്ക ലൈന് NAZCA നാസ്ക, അല്ലെങ്കിൽ ഇന്ത്യയിലെ NAZCA നാസ്ക ലൈൻ നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് പോയി നോക്കിയാൽ 190 സ്ക്വയർ മൈലില് ഭൂമിയില് ചിത്രങ്ങൾ വരച്ചിരിക്കുക, മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ. ആർക്കും ഭൂമി കാണത്തില്ല. പ്ലെയിനിൽ ചെന്നാലേ കാണത്തുള്ളൂ ഡ്രോയിങ് വരച്ചിരിക്കുന്നു. ആർക്കും ഇതൊരു എങ്ങനെ വന്നെന്നറിഞ്ഞുകൂടാ. അതുപോലെ ഈ ആപ്പിൾ കമ്പ്യൂട്ടറിന്റെ ലോഗോ എന്നാന്ന് നിങ്ങൾക്ക് അറിയാമോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ആപ്പിളിന്റെ ടെലിഫോണിലെല്ലാം ലോഗോ ഒരു ആപ്പിള് പടമാണോ? അല്ലല്ല, ഒരു ആപ്പിള് ബൈറ്റ് ചെയ്ത് എന്നാ ഒരു കടി കടിച്ചത്? അതെ. അപ്പൊ ഞാനിത് നിങ്ങളെ ക്രിട്ടിക്കൽ തിങ്കിങ് തരുന്ന ഇതാണ്. നമ്മൾ ഓരോന്ന് കാണുമ്പോ ഉണ്ടല്ലോ, വി ഹാവ് ടു ഓൾവേസ് കണക്ട് ബാക്ക് ടു ദ സ്ക്രിപ്ചർ. ഈ ആപ്പിളിന്റെ കടിച്ചത് എല്ലാം കണ്ടു, ആപ്പിളിന്റെ പക്ഷെ അവിടെ ഏറന്തോട്ടത്തിലെ കടിച്ച ഇതാണ്. അന്നേരം ഇതെല്ലാം ഒരു കോയിൻസിഡൻസ് ഒന്നുമല്ല. അവസാന സമയത്ത് ഇതിന്റെ എല്ലാം സാത്താന്റെ ലൈറ്റ് ബിറർ ആണെന്ന് സാത്താന്റെ വർഷിപ്പേഴ്സ് പറയുന്നത്, സാത്താനെ കുറിച്ച് പറയുന്നത്. അപ്പൊ 33:5 പഴം തിന്നാൽ ദൈവത്തെ പോലെ ആകുമെന്നും പറഞ്ഞ് അങ്ങനെയാണല്ലോ കളിപ്പിച്ചത്. അപ്പൊ മന്ത്രവാദങ്ങളും ആസ്ട്രോളജി എല്ലാം മനുഷ്യനെ ഒരു ഫോളൻ ഏഞ്ചൽ വന്ന് പഠിപ്പിച്ചു എന്നുള്ളതാണ്. ഹാനോക്കിന്റെ പുസ്തകത്തിൽ ഒരു ഏഞ്ചലിന്റെ ഫോളൻ ഏഞ്ചലിന്റെ കൊണ്ട് അവനാണ് യുദ്ധമെല്ലാം മനുഷ്യരെ പഠിപ്പിച്ചതെന്ന് അവിടെ പറയുന്നുണ്ട്. ഹാനോക്കിന്റെ നമ്മൾ കാനൂനിൽ ചേർത്തിട്ടില്ല. അന്ന് ആദ്യകാലത്ത് ഹാനോക്ക് ചേർത്തായിരുന്നു, പിന്നെ അത് മാറ്റിയതാണ്. ഹാനോക്കിന്റെ ഒരു ലേഖനത്തില് അവിടെ എഴുതിയിട്ടുണ്ട്, യൂദ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് പല ഇതിനെ കുറിച്ചുള്ള എങ്ങനെ ഈ ഫോളൻ ഏഞ്ചൽസ് അല്ലെങ്കിൽ ഈ ഫാഷന്റെ രൂപത്തെ കുറിച്ച്, ഇതുപോലെ ജീൻ എഡിറ്റിങ്, അതിനെ ക്രിസ്പർ എന്ന് പറയും. ക്രിസ്പർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്കും ഉണ്ട്, ക്രിസ്പർ തെറാപ്യൂട്ടിക്സ്. ഇപ്പൊ ഇന്നത്തെ എനിക്ക് തോന്നുന്നതിന് $37 മറ്റോ വില. ഇത് ഈ പറഞ്ഞ ജീൻ എഡിറ്റിങ് സക്സസ് ആയിട്ട് വരികയാണെങ്കിൽ, ഞാനൊരു 3-4 മിനിറ്റ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഇന്ന് ലാസ്റ്റ് ഇതായോണ്ട് ഇല്ല, കുഴപ്പമില്ല. ഓക്കെ. ചോദിക്കാതെ പിന്നെ ഞാൻ പറയുന്നത് തന്നെ ലംഘിക്കരുതില്ല. ഐ ഡോണ്ട് വാണ്ട് ടു ബി എ ടിപ്പിക്കൽ മലയാളി, പെർമിഷൻ ഇല്ലാതെ. അപ്പൊ ഈ ജീൻ എഡിറ്റിംഗ് ടെക്നോളജി വരുന്നപ്പോ ഈ CRSP ക്രിസ്പർ തെറാപ്യൂട്ടിക് ഇപ്പൊ $37 ആണെങ്കിൽ ശരിയായിട്ട് വരിക 4-5 വർഷത്തിനാകുമ്പോൾ 2 പൂജ്യം കൂടെ സ്റ്റോക്കിന്റെ പിന്നിൽ വരാൻ സാധ്യതയുണ്ട്. ക്രിസ്പർ എന്ന് പറഞ്ഞാല് അത് റെവല്യൂഷനൈസ് ചെയ്യുന്ന നമ്മുടെ ജീൻ എഡിറ്റിംഗ് ആദ്യം പറഞ്ഞ ഇതെല്ലാം നമ്മുടെ മാലിന്യങ്ങളെല്ലാം മാറ്റിയിട്ട് ഒരു പ്യൂർ ഇതായിട്ട് വരികയാണ്. അത് വി അപ്രോച്ച് ജനറ്റിക്കൽ മോഡിഫിക്കേഷൻ ആണ്. ക്രിസ്പറിന്റെ അർത്ഥം അതിന്റെ ഫുൾ CRISPR അതിന്റെ ഫുൾ ഫോം ക്ലസ്റ്റേർഡ് ഇന്റർസ്പേസ്ഡ് ഷോർട്ട് പാലിൻഡ്രോമിക് റിപ്പീറ്റ്സ്. ഒന്നുകൂടെ ലെറ്റ് മീ റിപ്പീറ്റ്. ക്ലസ്റ്റേർഡ് ഇന്റർസ്പേസ്ഡ് ഷോർട്ട് palindromic repeats.
പാലൻഡ്രോമിക് എന്ന് പറഞ്ഞ ഈ DNA-യുടെ ഇതിന്റെ സ്ട്രാൻഡ് പുറകോട്ടും മുന്നോട്ടും നിലയിൽ വരുന്ന ഇതാണ് പാലൻഡ്രോമിക് എന്നുള്ളത്. നോക്കിയാൽ നിങ്ങൾ അതിന്റെ മീനിങ് കാണും. ഈ തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കുന്ന, ഇടത്തോട്ടും വലത്തോട്ടും വായിക്കുമ്പം സെയിം. അത് ഏതൊരു വേർഡ് പറയാമോ? വായിക്കുന്ന ഒരു വേർഡ് പറയാം. മലയാളം. ഓ താങ്ക് യു. മലയാളം ഐ ലെവൽ. ഓ താങ്ക് യു, ദാറ്റ്സ് വെരി ഗുഡ്. ഞാൻ ആൾക്കാരെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയമാണ്. ഞാനൊരു പാലൻഡ്രോമിസ്റ്റ് ആണ്. പാലൻഡ്രോം ഉണ്ടാക്കുന്ന ആളിനെ പാലൻഡ്രോമിസ്റ്റ് എന്ന് പറയും. പല കൂട്ടത്തിൽ ഞാനൊരു പാലൻഡ്രോമിസ്റ്റ് കൂടാണ്. അപ്പൊ അത്രയും പറഞ്ഞ് വളരെ ലെവല് മാം ആൻഡ് ഡാഡ് ഇല്ല. അപ്പം പാലൻഡ്രോം ഇങ്ങനെയുള്ള ഒത്തിരി ഉണ്ട്. അപ്പം ഇപ്പൊ ഈ May 17 സാറ്റർഡേയില് ഈ കഴിഞ്ഞ ആഴ്ചത്തെ സംഭവമാണ്. വാർഷിക ജേണലിലെ പിന്നെ ഇത് എഴുതിയ, ഞാനിപ്പോ അത് വായിക്കാം, ആദ്യം താമസിക്കാൻ നിർത്തുകൊള്ളാം. വാർഷിക ജേണലിലെ കമ്മിങ് ടു എ ബ്രെയിൻ നിയർ യു, എ ടൈനി കമ്പ്യൂട്ടർ. In the next 12 months, the number of people with the brain-computer interface is set to double. Brain-computer interfaces are already letting people with the paralysis control computers and communicate their needs, and will soon enable them to manipulate prosthetic limbs without moving a muscle. The blood vessel route തന്നെ സിങ്ക്രോൺ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പേരാ. ദ ഫസ്റ്റ് ടു കൊളാബറേറ്റ് വിത്ത് ആപ്പിൾ കമ്പ്യൂട്ടർ ഈസ് എയിമിംഗ് ടു ലേറ്റസ്റ്റ് invasive. Its implant is a tubular mesh of electrodes. It's run through a major blood vessel in the brain, like a stent. It can be installed without opening the patient's skull. So more physicians could be trained to perform the operation. നമ്മളിപ്പോ കണ്ട് അൾട്രാസൗണ്ടിനും അതിനുമൊക്കെ ഈ നമ്മുടെ ഹാർട്ടിന്റെ ഒക്കെ എടുക്കുന്നതൊക്കെ ട്രെയിൻ ചെയ്ത ലൈസൻസ് കിട്ടിയ ആൾക്കാര് എന്ന് പറയുന്ന പോലെ ഡോക്ടർമാരല്ലെങ്കിൽ അത് ട്രെയിൻ ചെയ്തിട്ട് ലൈസൻസ് ഉള്ളവരെ ചെയ്യാൻ സ്കള് പൊട്ടിക്കാതെ തന്നെ ഇറ്റ് മൈറ്റ് ബി ഏബിൾ ടു ട്രാൻസ്ലേറ്റ് തോട്ട്സ് ഇൻ ടു സ്പീച്ച്. അപ്പൊ ഈ ടെക്നോളജി ഉണ്ട്. റഷ് ലിംബായിക്ക് എത്ര കൊല്ലം ചെവി കേൾക്കാൻ വയ്യാൻ ചെവിയുടെ പുറകിൽ ഒരു ഇംപ്ലാന്റ് വെച്ചായിരുന്നു. അതുകൊണ്ടാണ് അന്തർക്ക് ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ ചിപ്പ് വെച്ചാൽ കംപ്ലീറ്റ് ജന്മന ബ്ലൈൻഡ് ആണെങ്കിലും അവർക്ക് കാണാൻ സാധിക്കും. മുമ്പേ പറഞ്ഞ പോലെ അങ്ങനെയുള്ള ടെക്നോളജി ഇപ്പൊ 4-5 കൊല്ലത്തിനകം ഇത് യു വാച്ച് ഇറ്റ് ഈസ് സോ ഗോയിങ് ടു ചേഞ്ച്. ഇതെല്ലാം ചുരുക്കി പറഞ്ഞാൽ ബുദ്ധിയുള്ളവൻ ഗ്രഹിക്കട്ടെ. മൃഗത്തിന്റെ സംഖ്യ 666 എന്ന് പറയുമ്പോൾ ഇതെല്ലാം നമുക്ക് വേണ്ടി ഉണ്ടാക്കിയെങ്കിലും സാത്താൻ ഇത് ഉപയോഗിച്ച് ലോകത്തെ കൺട്രോൾ ചെയ്യാനും ഇങ്ങനെ സൂപ്പർ ഹ്യൂമനെ ഉണ്ടാക്കാനും ഇത് ഫാർമയ്ക്ക് ആദ്യം പറഞ്ഞ പോലെ ക്ഷുദ്രം ഉണ്ട്. ഈ മരുന്നുകളും ഈ കോവിഡ് വാക്സിനേഷൻ നമ്മൾ അറിയാമല്ലോ, പിള്ളേർക്ക് വരെ മാൻഡേറ്ററി കോവിഡ്. അപ്പൊ ചെറുപ്പക്കാരന്റെ ആവശ്യമില്ലായിരുന്നു. ഇത് വന്നാൽ 8-10 ദിവസം കൊണ്ട് പ്രായമുള്ളവർക്കും ഈ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്കും കോവിഡ് വാക്സിൻ കൊടുക്കുന്നതിന് പകരം അതുകൊണ്ട് തന്നെ 10-25 വയസ്സുള്ള കളിക്കാരെല്ലാം ഉരുണ്ട് വീണ് ചാകുകയാണ്. എത്രയോ ഹാർട്ട് പ്രോബ്ലങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതെല്ലാം ക്ഷുദ്രത്തിന്റെ ഇത് സാത്താന്റെ വലിയ ഇത്. അതുകൊണ്ട് നമ്മുടെ ക്രിസ്ത്യ ജീവിതം കൂടുതൽ ഭക്തിയോടെ നമ്മുടെ നശ്വരത മനസ്സിലാക്കി ജീവിക്കുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. എനിക്ക് പറയാനുള്ളത് 2-3 മിനിറ്റ് ചോദിച്ചിട്ട് ഞാൻ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്നിട്ട് പിന്നെ ബാക്കി 14-ാം അധ്യായം എടുക്കാം. പിന്നെ ഇതിനോടനുബന്ധിച്ച് ചോദിക്കാനുണ്ടോ? ഈ ChatGPTയും പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഇത് തമ്മിൽ ഇതല്ലേ, അടുപ്പമുള്ളതല്ലേ? അത് ChatGPT ആണ്. പിന്നെ സാം അൾട്ട്മന്റെ ഇന്നുണ്ട്. ഇത് വേറൊരു കമ്പനിയുമായിട്ട് ചേർന്നിട്ട് അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ChatGPT ആണ്. അവര് ഗൂഗിളുമായിട്ട് കമ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഗൂഗിളിന് എലാൻ മസ്കിന്റെ ഗ്രോക്ക് GROK എന്നാണ് അതിന്റെ ഗ്രോക്ക് എന്ന ഓരോ പേരാ. ChatGPT ഈ സാം അൾട്ട്മന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറഞ്ഞ സാം അൾട്ട്മന്റെ പ്രൊഡക്റ്റിന്റെ പേരാണ് ChatGPT. ഇപ്പൊ ChatGPTയോട് ചോദിക്കാല് ഇപ്പം അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും മേരി ജോർജിനെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ മേരിക്കുട്ടിയെ കുറിച്ച് ചോദിക്കുക, അല്ലെ പെണ്ണമ്മയെ കുറിച്ച് ആരെ കൂടി ചോദിച്ചാലും അത് അതിന്റെ നമ്മുടെ ബയോഗ്രഫി എന്റെ ബുക്കിന് എഴുതാൻ ഒരു ChatGPTയോട് ചോദിച്ച ഒരാള് എനിക്ക് ഒരു പേജ് എഴുതി തന്നായിരുന്നു എന്നെ കുറിച്ച് എന്റെ ബുക്കിന്റെ പുറകിലിടാൻ. അപ്പം ChatGPT ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു സെക്ഷനാണ്. അത് ഗ്രോക്ക് അവിടെ എലാൻ മസ്ക് ഉണ്ടാക്കുന്നുണ്ട്, ഗൂഗിൾ ഉണ്ട്, മൈക്രോസോഫ്റ്റ്, ഇവർക്കെല്ലാം
ആണ് ആർട്ടിഫിഷ്യൽ. ചാറ്റ് GPT ആണ് ആദ്യം വന്നത്. ഇപ്പൊ നമ്മൾ ഏത് ചോദിച്ചാലും ഉടനെ ഉത്തരം പറയും. അത് വലിയ അത്ഭുതകരമായിട്ട് തന്നെ ഉത്തരം പറയും. നിങ്ങൾ ചാറ്റ് GPT ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങളുടെ ടെലിഫോണിൽ, എന്നിട്ട് ചോദ്യം ചോദിച്ചു, അന്നേരം നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും ചാറ്റ് GPT. ഇപ്പൊ അതുകൊണ്ട് പിന്നെ ഗൂഗിളിന്റെയും ഡിക്ഷണറിയുടെയും ആവശ്യമില്ലാതെ തന്നെ ചാറ്റ് GPT കൊണ്ട് ചോദിക്കുമ്പോൾ ഒരു അർത്ഥം ചോദിച്ചാലും അല്ലെ ഇപ്പം ചാറ്റ് GPTയോട് വഴി ചോദിക്കുക നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ. ഇതിന്റെ എല്ലാം അത് ഫ്യൂച്ചറിൽ MRI ഈ വേണ്ടെന്ന് പറയുന്ന പോലെ ഇതിന്റെ എല്ലാം പലതും ഇല്ലാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരും. വേറെ പലതും ഇപ്പം നമുക്കിപ്പം വായിച്ചില്ല, ക്ലോക്ക് ഇല്ല, റേഡിയോ ഇല്ല എന്ന് പറഞ്ഞതുപോലെ ഇത് ഇപ്പോഴത്തെ പലതും അത് ഡിസപ്പിയർ ആകാൻ പോവാണ് ഈ ചാറ്റ് GPT ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട്. എന്തുവാ ചോദിച്ചേ? നമ്മുടെ കുഞ്ഞുങ്ങളെ ഒക്കെ നാനോ ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇതുപോലൊക്കെയുള്ള ഹയർ എഡ്യൂക്കേഷൻ ഒക്കെ വിടുന്നത് വിശ്വാസികളെ സംബന്ധിച്ച് എങ്ങനെ ശരിയാണോ? അത് അല്ല, അതിപ്പോ നമ്മള് വിശ്വാസികൾ നമ്മൾ കമ്പ്യൂട്ടർ ഇതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ പണ്ട് എന്റെ വിധി പറഞ്ഞ പോലെ പണ്ട് കമ്പ്യൂട്ടർ ചെയ്യരുത്, വിശ്വാസികൾ ശരിയല്ല, മീശ വെച്ച് എന്റെ ഷോയിൽ ഒത്തിരി ഒബ്ജക്ഷൻ ആയിരുന്നു. പക്ഷെങ്കില് എനിക്ക് പറയാനുള്ളത് എപ്പോഴും മോണിറ്റർ ചെയ്യണം പിള്ളേരെ. ഇപ്പൊ ഇവിടുത്തെ ഫണ്ടമെന്റൽ ക്രിസ്ത്യൻസ് ഉണ്ടല്ലോ അമേരിക്കയിലെ, അവരിപ്പം ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാൽ അവരിതെല്ലാം ലിമിറ്റഡ്. അവർ മോണിറ്റർ ചെയ്ത് അവർ ഈ പറഞ്ഞ പോലെ പിള്ളേരെ അഴിച്ചുവിട്ട് ടെലിഫോൺ കൈ കൊടുത്ത് ചാറ്റ് GPT എല്ലാം കൊടുത്ത് കാണുന്ന ഇതെല്ലാം കംപ്ലീറ്റ് നമ്മുടെ പിള്ളേര് നശിച്ച് ഷാഷിന്റെ പിന്നെ അനുയായികളായി തീരാന്, ഫോളോവേഴ്സായി തീരാൻ വളരെ സാധ്യതയുണ്ട്. ഈ ടെക്നോളജി ഏറ്റവും മുമ്പേ പറഞ്ഞ പോലെ മിസ്യൂസ് ചെയ്യും. അതുകൊണ്ട് പേരൻസ് അതുപോലെ ഡബിളായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജനറേഷൻ നമുക്ക് ഇല്ലാതായി തീരും. അത് പേരൻസിന്റെ ചുമതലയാണ്. ശരി, അത് ഭയങ്കര ഡേഞ്ചറസാ. അതാ പറഞ്ഞ ഹ്യൂമാനിറ്റിയെ തന്നെ നശിപ്പിക്കത്തെ പോലുള്ള ഒരു പ്രക്രിയയാണ് നടക്കുന്നത്. ഇത് നമ്മൾക്ക് ഈക്വൽ ആയിട്ടുള്ള ബുദ്ധി, നമ്മളെക്കാളും കൂടുതൽ ബുദ്ധി വരുന്ന റോബോട്ട് ഉണ്ടെന്നാണ് വരാനാണ് പോകുന്നത്. പറഞ്ഞില്ല മുമ്പ് നമ്മുടെ ജോലികളുടെയും സർവൻസിന്റെയും ഒന്നും ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും പുല്ലി എത്തുന്നതിനും എല്ലാത്തിനും ആളിനെ കിട്ടും. പക്ഷേ ഇത് വളരെ ഡേഞ്ചറും ഉണ്ട്. അതേസമയം മുമ്പേ പിള്ളേരുടെ ചോദ്യം ചോദിച്ച് വളരെ നമ്മൾ ഭയത്തോടുകൂടെ വിറയലോടുകൂടെ ചോദിക്കേണ്ടത് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട സംഗതിയാണ് നമ്മുടെ മക്കളെ ഇത് പഠിപ്പിക്കുന്നത്. ഇത് ഈ ലേറ്റസ്റ്റ് ഈ ടെക്നോളജി ഇതെല്ലാം കൂടെ വന്ന് ഇപ്പൊ മനുഷ്യന് ഒരു ഡിസൈനിങ് സ്പിരിറ്റ് ഇല്ലാത്ത ഒരു ഇതിലോട്ട് അങ്ങ് കൊണ്ടുപോകുക. ഡിസൈനിങ് സ്പിരിറ്റും ഇല്ല. അതുകൂടാതെ ഈ ഷാഷിന്റെ ഒരു ഡിമോണിക്ക് ഇത് കണക്റ്റഡ് ആയതുമായിട്ട് അവസാനം അതിപ്പം കേരളത്തിലെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു. എല്ലായിടത്തും ഉണ്ട്. അപ്പൊ അത് ഇത്ര നാൾ ഇല്ലായിരുന്നോണ്ട് അത് കൂടുതൽ അങ്ങ് ഉപയോഗിക്കുന്നേ ഉള്ളു. പശുവിനെ പിന്നെ കെട്ടിയിട്ട് ചഴിച്ചു വിടുമ്പോ ഓടുന്ന കണ്ടില്ല പറമ്പിൽ കൂടുന്ന് പറയുന്നവരുള്ളത് കേരളത്തിൽ അതുകൊണ്ടായിരിക്കണം സംഭവിക്കുന്നത്. ഇനി പിന്നെ നിർത്തട്ടെ എന്നാലേ. ശരി, താങ്ക് യു വെരി മച്ച്. കൊച്ചിയിലേക്ക് വരുന്നുണ്ട്, പിന്നെ മെസ്സേജ് ഇടാം ഞാൻ.